BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഐഡിയാസ് ടെക്നോളജിയുമായി ചേർന്ന് സ്വകാര്യ ക്ലിനിക്കുകൾക്ക് ഇലക്ട്രോണിക് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അതോറിറ്റി അറിയിച്ചു. ഇത് സംബന്ധിച്ച കരാറിൽ ഇരുവിഭാഗവും കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചു. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ചികിത്സാ സൗകര്യം മെച്ചപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അതോറിറ്റി CEO ഡോക്ടർ മറിയം അദ്ബി അൽ ജലായ്മ വ്യക്തമാക്കി. മെഡിക്കൽ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ സംവിധാനത്തിലൂടെ ഏകീകരിക്കാൻ സാധിക്കും. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനോട് ചേർന്നുള്ള പ്രൈവറ്റ് ക്ലിനിക്കുകൾക്ക് വേണ്ടിയാണ് ഈ സേവനം ഏർപ്പെടുന്നത്. ഐഡിയാസ് മെഡിക്കൽ സിസ്റ്റത്തിലൂടെ രോഗിയുടെ മുഴുവൻ വിവരങ്ങൾ അറിയാനും നേരത്തെയുള്ള ചികിത്സകളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഐഡിയാസ് ടെക്നോളജീസ് കമ്പനി ഡയറക്ടർ ജലീൽ അൽ ഷറഫ് വ്യക്തമാക്കി. വാഹനങ്ങളുടെ വാർഷിക സാങ്കേതിക പരിശോധന ഘട്ടം ഘട്ടമായി പൂർണ്ണമായും അംഗീകൃത സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങളിലായിരിക്കുമെന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജനറൽ കമാൻഡർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൽ വഹാബ് അൽ ഖലീഫ അറിയിച്ചു. ജനറൽ ട്രാഫിക് അഡ്മിനിസ്ട്രേഷന്റെ നിയന്ത്രണങ്ങൾക്കനുസൃതമായും നേരിട്ടുള്ള മേൽനോട്ടത്തിലും ലൈറ്റ് ഹെവി വാഹനങ്ങൾക്കും മോട്ടോർ സൈക്കിളുകളുമായി 11 സാങ്കേതിക പരിശോധനാ കേന്ദ്രങ്ങൾ തുറക്കും. ഈ കേന്ദ്രങ്ങളിലെ ജീവനക്കാർക്ക് ആവശ്യമായ സാങ്കേതിക പരിശീലനം നൽകും. 3 ഘട്ടമായി പരിശോധനയുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ 10 വർഷത്തിലധികം പഴക്കമില്ലാത്ത എല്ലാ ചെറുവാഹനങ്ങളുടെയും മോട്ടോർ സൈക്കിളുകളുടെയും പരിശോധന സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങളായിരിക്കും നടത്തേണ്ടത്. 2025 ജനുവരി 1 മുതൽ പഴക്കം പരിഗണിക്കാതെ എല്ലാ ചെറുവാഹനങ്ങളുടെയും മോട്ടോർ സൈക്കിളുകളുടെയും പരിശോധന സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. 2025 ജൂലൈ 1 മുതൽ ഹെവി വാഹനങ്ങളും പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഉൾപ്പെടെ മറ്റെല്ലാ തരം വാഹനങ്ങളും സ്വകാര്യ പരിശോധനാ കേന്ദ്രങ്ങളിൽ പരിശോധിക്കണം. ബഹ്റൈൻ ഡൽഹി എയർ ഇന്ത്യ എക്സ്പ്രസ് ബുധനാഴ്ച വൈകിയത് നിരവധി യാത്രക്കാരെ കണക്ഷൻ ഫ്ലൈറ്റ് നഷ്ടപ്പെടാൻ ഇടയാക്കി. ബുധനാഴ്ച രാത്രി 11 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം വ്യാഴാഴ്ച പുലർച്ചെ 5:30 പുറപ്പെട്ടത്. അവിടെ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കണക്ഷൻ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടവരായിരുന്നു യാത്രക്കാരിൽ ഭൂരിഭാഗവും. കൊച്ചിയിലേക്കുള്ള കണക്ഷൻ വിമാനമായ എയർ ഇന്ത്യ രാവിലെ 7:30 ഇതേ തുടർന്ന് പെരുവഴിയിലായ യാത്രക്കാർക്ക് സൗകര്യങ്ങൾ ഒരുക്കാനോ പകരം സംവിധാനം നിർദ്ദേശിക്കാനോ അധികൃതർ തയ്യാറായില്ലെന്നും യാത്രക്കാർ പരാതിപ്പെട്ടു. മാസങ്ങൾക്ക് മുൻപേ ബുക്ക് ചെയ്ത അവധിക്ക് നാട്ടിലേക്ക് തിരിച്ചവർക്കാണ് ഈ ദുർഗതി ഉണ്ടായത്. വീട്ടിലെ അടിയന്തര ആവശ്യങ്ങൾ നിർവഹിക്കേണ്ട യാത്രക്കാരുമുണ്ടായിരുന്നു. സീസണായതിനാൽ അത്യാവശ്യക്കാർ വൻതുക നൽകി മറ്റു വിമാനങ്ങളെ അഭയം പ്രാപിക്കുകയായിരുന്നു. യാത്ര മുടങ്ങിയ യാത്രക്കാർക്ക് വിവിധ തരം പോർട്ടലുകളിൽ പരാതി നൽകാവുന്നതാണ്. അനുമതിയില്ലാതെ ഫണ്ട് സ്വരൂപിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾക്ക് 4 പേർ പിടിയിലായി. 33 ലക്ഷത്തിലധികം ദിനാറാണ് ഇവർ കൈക്കലാക്കിയത്. വിവിധ രാജ്യക്കാരാണ് 4 പ്രതികളും. ഇവരിൽ ഒരാൾ അന്താരാഷ്ട്ര ക്രിമിനൽ റെക്കോർഡുള്ളയാളും നേരത്തെ സമാനമായ കേസിൽ പിടിയിലായ ആളുമാണ്. നാഷണൽ സെന്റർ ഫോർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ അന്വേഷണ പ്രകാരം അന്താരാഷ്ട്ര കുറ്റവാളി വ്യാജരേഖ ചമച്ചാണ് ബഹ്റൈനിലെത്തിയത്. നിക്ഷേപത്തിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനാണെന്നും ഓഫർ നൽകി പലരിൽ നിന്നും പണം കൈക്കലാക്കുകയായിരുന്നു. ഔദ്യോഗിക അനുമതിയില്ലാതെ ഫണ്ട് സമാഹരണം നടത്തിയിരിക്കുന്നത്. 3 പ്രതികളും പ്രധാന പ്രതിയെ കമ്പനി സ്ഥാപിക്കുന്നതിനും വ്യാജരേഖകൾ ചമയ്ക്കുന്നതിനും സഹായിക്കുകയായിരുന്നു. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളും വ്യാജ കമ്പനി രേഖകളും പ്രോസിക്യൂഷൻ പരിശോധിച്ചു. നിയമ നടപടികൾക്കായി കോടതിയിലേക്ക് കേസ് റഫർ ചെയ്തിട്ടുണ്ട്. 14 ദിവസം ഇവരെ റിമാൻഡിൽ വെക്കാനും പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. ജൂലൈ 14 ഹൈക്രിമിനൽ കോടതിയിൽ വിചാരണ ആരംഭിക്കും. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച യുവാവും യുവതിയും അറസ്റ്റിലായി. 24-33 വയസ്സുള്ളവരാണ് പിടിയിലായത്. ഏകദേശം 39,000 ദിനാർ വില മതിക്കുന്ന 1.5 കിലോ മയക്കുമരുന്നാണ് ഇവർ കടത്താൻ ശ്രമിച്ചത്. പരിശോധനയിൽ സംശയം തോന്നിയ കസ്റ്റംസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ബഹ്റൈൻ പ്രതിഭ ഹിത് യൂണിറ്റ് അംഗമായിരിക്കെ മരിച്ച കൊല്ലം ജില്ലയിലെ പട്ടാഴിയിൽ അജിതകുമാരിയുടെ കുടുംബത്തിന് പ്രതിഭാ സാന്ത്വനം ഫണ്ടിൽ നിന്നുള്ള മരണാനന്തര സഹായം കൈമാറി. 2 ലക്ഷം രൂപ CPM സത്തനാപുരം ഏരിയ കമ്മിറ്റി അംഗം എസ് അജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പട്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ അശോകൻ അവകാശികൾക്ക് കൈമാറി. നിരവധി വർഷം ബഹ്റൈൻ പ്രവാസിയായ അജിതകുമാരി തന്റെ കുടുംബത്തിലെ സഹോദരിമാർക്ക് താങ്ങും തണലുമായി ജീവിച്ചു വരവെയാണ് പെട്ടെന്ന് രോഗത്തിന് കീഴടങ്ങിയത്. മരിച്ച അജിതകുമാരി പ്രവാസകാലത്ത് നിരവധി മനുഷ്യരുടെ സംഘടനകളിൽ കൂട്ടായിരുന്നു. ചടങ്ങിൽ പട്ടാഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അനീഷ്, ലോക്കൽ കമ്മിറ്റി അംഗം പട്ടാഴി ചന്ദ്രശേഖരൻ, പട്ടാഴി ബ്രാഞ്ച് സെക്രട്ടറി ഹർഷൻ ചന്ദ്രസേനൻ, ലോക കേരള സഭാംഗവും കേരള പ്രവാസി സംഘം അടൂർ ഏരിയ സെക്രട്ടറിയുമായ S പ്രദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
വോയിസ് ഓഫ് ട്രിവാൻഡ്രം 2024-26 കാലയളവിലേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പൊതുയോഗത്തിൽ വോയിസ് ഓഫ് ട്രിവാൻഡ്രം പ്രസിഡന്റ് CBK തോമസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അരവിന്ദ് സ്വാഗതം ആശംസിച്ചു. ലോക കേരള സഭാംഗമായി വീണ്ടും തെരഞ്ഞെടുത്ത ഷാജി മുതലയെ ചടങ്ങിൽ ആദരിച്ചു. വനിതാ വിഭാഗം പ്രസിഡന്റ് അനുഷ്മ പ്രശോഭ് ലേഡീസ് വിംഗ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി CBK തോമസ്, മനോജ് വർക്കല, അരവിന്ദ് തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. അൽ ഹിലാൽ ഹോസ്പിറ്റൽ മുഹറഖ് ശാഖയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. ഇഷ യോഗ ഫൗണ്ടേഷന്റെയും ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെയും സഹകരണത്തോടെ നടന്ന പരിപാടിയിൽ വ്യത്യസ്ത രാജ്യക്കാരായ 40ഓളം പേർ പങ്കെടുത്തു. യോഗയുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള വിശദീകരണവും ക്ലാസുകളും പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ഇഷ യോഗ ഫൗണ്ടേഷൻ പ്രവർത്തകർ നൽകി. ഹോട്ടലുകളിലെ ഭക്ഷണവില നിയന്ത്രിക്കണമെന്നും ഗുണനിലവാരം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട നിയമസഭയിൽ സ്വകാര്യ ബില്ലുമായി ചിത്തരഞ്ജൻ MLA. പല ജില്ലകളിലും വ്യത്യസ്ത വിലയാണ് ഈടാക്കുന്നത്. ഇതിൽ ക്രമീകരണം വേണം. ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഭക്ഷ്യവകുപ്പും ഊർജിത നടപടികൾ സ്വീകരിക്കണം. ഹോട്ടലുകളിൽ തൊഴിലെടുക്കുന്നവരിൽ ഭൂരിഭാഗവും അതിഥി തൊഴിലാളികളാണ്. അതിനാൽ ഇവരുടെ ആരോഗ്യവും സുരക്ഷയും നമ്മുടെ കൂടെ ആവശ്യമായി കാണണം. വിശപ്പിനപ്പുറം ഭക്ഷണം ആഡംബരമായി മാറിയിരിക്കുന്നു. സർക്കാർ പരിപാടികളിൽ പോലും 5 സ്റ്റാർ ഭക്ഷണം വിളമ്പിയ തിരുവെന്നാണ് മനോഭാവം. നാടൻ ഭക്ഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിലൂടെ കർഷകരെ സഹായിക്കാമെന്നും ചിത്തരഞ്ജൻ ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഭക്ഷ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ കൃഷിമന്ത്രി P. പ്രസാദ് ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും ഏകീകൃത വിലാ സംവിധാനം ഏർപ്പെടുത്താനുമായി സമഗ്ര നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് അറിയിച്ചു. ബില്ല് തുടർ നടപടികൾക്കായി മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം താമസ സ്ഥലത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഡോക്ടർ മരിച്ചു. പത്തനംതിട്ട പന്തളം പൂഴിക്കാട് കുട്ടംവെട്ടിയിൽ ദാറുസലാം വീട്ടിൽ ഡോക്ടർ മുഹമ്മദ് മസൂദ് ഖാനാണ് മരിച്ചത്. മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ട ഡോക്ടറെ നാട്ടുകാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS-ഉം PG-യും കഴിഞ്ഞ ഡോക്ടർ നിലവിൽ ബംഗളൂരുവിൽ ജോലി ചെയ്യുകയാണ്. അബുദാബിയിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്ന് സ്വർണം കൈപ്പറ്റി വിമാനത്താവളത്തിന് പുറത്തു കടത്താൻ ശ്രമിച്ച ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ നെടുമ്പാശ്ശേരിയിൽ പിടിയിൽ. വിമാനത്താവളത്തിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനായ കൊച്ചി കുമ്പളങ്ങി സ്വദേശി ലിബിനാണ് DRIയുടെ പിടിയിലായത്. 1400 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. അബുദാബിയിൽ നിന്ന് വന്ന ബാലു എന്നയാളിൽ നിന്ന് ശുചിമുറിയിൽ വെച്ച് ലിബിൻ സ്വർണം ഏറ്റുവാങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് രഹസ്യവിവരത്തെ തുടർന്ന് DRI എത്തി ഇരുവരെയും പിടികൂടിയത്. മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന ആശയത്തിന് സ്ഥാപകരെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സക്കാത്ത് കൊടുക്കുന്നതാണ് ഈ ആശയത്തിന് തുടക്കമിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച തൃശൂരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CSR പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണത്തിന്റെ നിർദ്ദേശപ്രകാരം വരേണ്ട കാര്യമല്ല CSR. അത് കരങ്ങളിലൂടെയല്ല ഹൃദയങ്ങളിലൂടെ നൽകേണ്ടതാണ്. ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരണമെങ്കിൽ ചെയ്യേണ്ട സമർപ്പണമാണ്. CSR-യെ CCR മുന്നോട്ട് കൊണ്ടുപോകുന്ന പണക്രയ വിക്രയങ്ങളിലൊക്കെ അനുഗ്രഹീതമായ സ്ഥാപനങ്ങൾ മാത്രമാണ് കേരളത്തിലുള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജപ്തിയായ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവർക്ക് ഒരു തലോടൽ കൊടുത്തുകൊണ്ട് അതിനുശേഷം വരുന്ന വരുമാനം മാത്രം മതിയെന്ന് പറയുന്നതാകും മഹത്തരമായ CSR. അതിനുകൂടി ബാങ്കിംഗ് സംവിധാനം വഴി കാണണം. അത് ഹൃദയപരമായ പെരുമാറ്റമായി മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. SBIയുടെ ഈ വർഷത്തെ CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീൽചെയറുകൾ, ധനസഹായം തുടങ്ങിയവ സുരേഷ് ഗോപി വിതരണം ചെയ്തു. സംസ്ഥാനത്തെ റോഡുകളിലെ കുണ്ടും കുഴിയും ജനങ്ങളുടെ യാത്രാദുരിതവും സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ആവശ്യപ്പെട്ട പ്രതിപക്ഷം മിക്ക റോഡുകളിലും നല്ല നിലയിൽ ഗതാഗത യോഗ്യമാണെന്നും സർക്കാർ വിശദീകരിച്ചതിനെ തുടർന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ AN ഷംസീർ തള്ളി. അതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. റോഡിലെ കുഴി കാരണം ഗർഭമലസിയ സംഭവം വരെ ഉണ്ടായെന്നും പിറക്കാതെ പോയ കുഞ്ഞിന്റെ ഘാതകൻ പൊതുമരാമത്ത് വകുപ്പാണെന്നും അടിയന്തര പ്രമേയം അവതരിപ്പിച്ച നജീബ് കാന്തപുരം പറഞ്ഞു. 6000 കോടിയാണ് വാഹന നികുതിയായി സർക്കാർ ഈടാക്കുന്നത്. എന്നിട്ടും റോഡ് കുഴിയല്ല കുളമായി മാറിയിരിക്കുന്നു. കുഴികൾ ഒഴിവാക്കാൻ മുഖ്യമന്ത്രിക്ക് 16 കിലോമീറ്റർ വഴി മാറി ഓടേണ്ടി വന്നെന്നും നജീബ് കാന്തപുരം ചൂണ്ടിക്കാട്ടി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.